കിഡിലൻ മൈസൂർ മസാല ദോശ. ഇത് ഞാൻ തിന്ന് മോഹിച്ചത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴാണ് കേട്ടോ. അന്ന് മുതൽ ഞാൻ എൻ്റെ റെസിപ്പി തപ്പി നടക്കായിരുന്നു. ദാ അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്നു നല്ല ചൂടും മുരിവും ഉള്ള മൈസൂർ മസാല ദോശ. അപ്പോൾ അവരുടെ റെസിപ്പി അതുപോലെ ഞാൻ ചെയ്യല്ല ചെയ്തത്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. താങ്ക മുടിയാതെ അത്ര റൊമ്പ 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 പ്രമാദമായിരിക്കേ. നല്ല റെഡ് കളർ ദോശയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡ് കളർ ചട്നി മസാലയും കൂടെ വെച്ചപ്പോൾ സംഭവം പൊളിച്ചു കേട്ടോ. ഡബിൾ ഡമാക്കയുണ്ട്. ഞാനിത് ചട്നിയും ഒന്നും വേണ്ട, വെറുതെ കഴിച്ചാൽ മതി. ഇത്ര ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മസാല ദോശ നമ്മൾ കടയിൽ പോയി കഴിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അതേ തമിഴ്നാട് സ്റ്റൈലിൽ കിട്ടുമെന്ന് അറിയില്ല. കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ മൈസൂർ മസാല ദോശ എന്നുള്ള പേരിൽ ഒരു 250 രൂപ കൊടുക്കേണ്ടി വരും. ഞാനിതൊരു പരമാവധി എനിക്കൊരു ചിലവ് ഒരു 30 റുപ്യ ഉണ്ടാവും. വെറുതെ ഒന്ന് ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ചമ്മന്തി ഉണ്ടാക്കിയതല്ലേ, നമ്മൾ ഓൾറെഡി ചുമന്ന ചമ്മന്തി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും വെറും ദോശയിൽ മസാല വെക്കാതെ ഈ ചമ്മന്തി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാലും സംഭവം പൊളിക്കും. ഇനി നമ്മുടെ ഒന്നാം തരം നല്ല പൊട്ടുകടലയും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ട് അരച്ച തേങ്ങാ ചമ്മന്തി. നമ്മുടെ തേങ്ങാ ചമ്മന്തിയാണ് ഇതിന്റെ കോമ്പിനേഷൻ. നല്ല എരിവ്, നല്ല രുചി, നല്ല മസാല, നല്ല ഒന്നാന്തരം ഫിൽറ്റർ കോഫിയും കൂടെ വേണം. എന്നാ പെർഫെക്റ്റ്. നെയ്യുടെ രുചി ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ തേങ്ങാ ചമ്മന്തി നല്ല കോമ്പിനേഷനുമാണ്. നിർബന്ധമുള്ളവർക്ക് മാത്രം തേങ്ങാ ചമ്മന്തി മതി. അല്ലെങ്കിൽ നമ്മുടെ മൈസൂർ മസാല ദോശയുടെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. നല്ല മൊരുന്ന് പുറം, ഉൾവശം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും. ആദ്യം നമുക്ക് ചട്നി ഉണ്ടാക്കാം. നല്ല പച്ചത്തേങ്ങ, പച്ചമുളക്, പൊട്ടുകടല, അത് പ്രത്യേക ടേസ്റ്റ് തരും കേട്ടോ. ഇഞ്ചി, കറിവേപ്പില, ഉപ്പ് എല്ലാം നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് ചമ്മന്തിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് ഇളക്കി അടച്ചു വെക്കാം. സംഭവം റെഡിയാണ്. നമ്മുടെ റെഡ് ചട്നി ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ കാശ്മീരി മുളക് ഒരു 8 എണ്ണം എടുക്കാം, 8 9 എടുക്കാം. 2 പാണ്ടിമുളക്, അത് സാധാരണ മുളക്, ഒരു ചെറിയ കഷ്ണം വാളംപുളി ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങോട്ട് കുതിരാൻ വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിൽ ഒരു അല്പം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഒരു സബോളയും 4 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റി ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമ്മുടെ കുതിർത്ത മുളക് ചേട്ടന്മാരുണ്ടല്ലോ, അതും ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഒരു പിടി തേങ്ങയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും വേണ്ട കേട്ടോ. വേണമെങ്കിൽ ആ കുതിർത്ത വെള്ളം ഒരല്പം ചേർത്താൽ മതി. ഇനി നമ്മുടെ ദോശയുടെ ഉള്ളിൽ വെക്കാനുള്ള മസാല വേണമല്ലോ, അത് നമ്മുടെ സൗകര്യാർത്ഥം ഉണ്ടാക്കാമെങ്കിലും ഞാനിവിടെ എടുത്ത് 2 കിഴങ്ങ്, ഒരു ബീട്രൂട്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സബോള, 2 പച്ചമുളക്, ഒരു ബീൻസ്, കറിവേപ്പില, ഉപ്പ്, അതിലേക്ക് ഒരു അല്പം മഞ്ഞപ്പൊടി ഇട്ടു. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കുക്കറിൽ 2-3 അടി അടുപ്പിച്ചു. ഓഫ് ചെയ്തതിന് ശേഷമാണ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മല്ലിയിലയും കൂടെ കൂട്ടി അങ്ങോട്ട് ഇളക്കി വെച്ചു. മസാലയ്ക്ക് തന്നെ നല്ല മണം വരുന്നുണ്ട്. ഒന്നും കൂടെ ആർഭാടമാവണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. സംഭവം സെറ്റാണ്. ഇനി നമ്മൾ തലേ ദിവസം മാവ് അരച്ചു വെച്ചിട്ടുണ്ട്. ഈ മാവിലെ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. 2 കപ്പ് അരിക്ക് ഉഴുന്ന് ഒരു 1/2 കപ്പ്, കടലപ്പരിപ്പ് ഒരു 1/4 കപ്പ്, ഉലുവ 1 ടീസ്പൂൺ, ഇത്രയും സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അരച്ചത്. അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു 1/2 കപ്പ് നമ്മുടെ അവലും കൂടെ ചേർത്ത് കേട്ടോ. 8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെച്ചു. ഇനി ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ശർക്കര പൊടിച്ചോ അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങോട്ട് കലക്കിയെടുക്കാം. ഇതാ ദോശക്കല്ല് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കല്ല് ചൂടായി കഴിയുമ്പോഴേ അല്പം വെള്ളം തെളിച്ചു കൊടുത്താൽ ഞാൻ റെഡിയായി, അന്നമോ എന്നെ ചുട്ടോ എന്നൊരു നിലവിളി കേൾക്കാം. കേട്ടില്ലെങ്കിൽ ഇനി ദോശമാവ് നന്നായി കലക്കി നീട്ടി വലിച്ച് പരത്താം. മുകളിൽ നല്ല നറുനെയ് തൂകാം. പിന്നെ നമ്മുടെ ചുമപ്പ് വീരനെ അങ്ങ് ഭംഗിയായി ഒരേ കനത്തിൽ പരത്താം. ആർഭാടാക്കാനേ അല്പം കൂടി നെയ്യ്. ഈ നെയ്യൊക്കെ ഇത് എവിടുന്ന് അന്നമ്മയും ചോദിച്ചാൽ നമ്മൾ വിൽക്കുന്നുണ്ടേ നല്ല നാടൻ നെയ്യ്. വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ മസാല ആവശ്യാനുസരണം ഒട്ടും പിശുക്കാതെ അങ്ങ് പരത്തി മടക്കി ഒന്നുകൂടി ചൊകോന്ന് മുരിച്ചെടുക്കാം. കളർ എങ്ങനെയുണ്ട് നോക്ക്, എന്നാ മണാണെന്നറിയോ. അപ്പൊ ഇങ്ങനെയുള്ള കിഡിലൻ പരീക്ഷണ ഫ്യൂഷൻ റെസിപ്പീസുമായിട്ട് നമ്മൾ എന്നും വരുന്നുണ്ട്. ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ്. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ ഒന്ന് ചെയ്തേക്കണേ.